അതുപോലെ തന്നെ ഈ ഒരു ചികിത്സാ രീതി അത് എങ്ങനെയൊക്കെയാണ്? നമുക്കറിയാം പലർക്കും ഹോമിയോ മരുന്ന് കഴിക്കുക ഒക്കെ വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ചെറിയ കുട്ടികളടക്കം ഹോമിയോയിൽ പെട്ടെന്ന് അവർക്ക് ഇഷ്ടമുള്ളൊരു കാര്യം മരുന്ന് കഴിക്കുക എന്ന്. അപ്പോൾ ഈ ഒരു ചികിത്സാ രീതി അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? മനുഷ്യൻ്റെ, അതായത് രോഗാവസ്ഥയിലുള്ള ഒരു മനുഷ്യൻ്റെ രോഗപ്രതിരോധ ശേഷിയെ ശക്തിപ്പെടുത്തി അതിലൂടെ അയാൾ നേരിടുന്ന രോഗാവസ്ഥകളെ തരണം ചെയ്തെടുക്കുക എന്ന വളരെ ലളിതമായ ഒരു ഉത്തരമാണ് എന്താണ് ഹോമിയോപ്പതി എന്നും എന്താണ് ഹോമിയോപ്പതി ചെയ്യുന്നത് എന്ന ചോദ്യത്തിൻ്റെയും ഉത്തരം. അതായത് കുറച്ചും കൂടി ഒന്ന് വിശദമാക്കിയാൽ നമ്മളെല്ലാവരും രോഗാവസ്ഥയിൽ നമ്മൾ ആ രോഗത്തെ പ്രതിരോധിക്കാനായിട്ട്, അത് ബാക്ടീരിയ കൊണ്ടാവട്ടെ, വൈറസ് കൊണ്ടാവട്ടെ, സാമൂഹികമായ ഒരു സ്ട്രെസ് കൊണ്ടാവട്ടെ, ഏത് വിധേനയും ഉണ്ടാവുന്ന രോഗാവസ്ഥകളെ നമ്മൾ സമീപിക്കുന്നത് അതിനെതിരെ പ്രതികരിക്കുന്ന രീതികൾ കൊണ്ടാണ്, അല്ലെങ്കിൽ സിംറ്റംസ് എന്ന് ഞങ്ങൾ വിളിക്കുന്ന ലക്ഷണങ്ങൾ കൊണ്ടാണ്. അപ്പം ഓരോരുത്തരുടെയും രോഗപ്രതിരോധ ശേഷിയുടെ തോതനുസരിച്ചിട്ടാണ് ഈ പ്രതിരോധം അവർ തീർക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് പ്രതിരോധം ഉൽപ്പാദിപ്പിക്കുവാൻ ശേഷിയുള്ള ഒരാൾക്ക് രോഗമുക്തി നേടുവാൻ പ്രത്യേകിച്ച് മരുന്നിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ഇല്ലാത്തവർക്ക്, അല്ലെങ്കിൽ അതിന് ശേഷിയില്ലാത്തവരെ അതിന് പ്രാപ്തരാക്കുന്ന, അതേ ലക്ഷണങ്ങൾ പുറപ്പെടുവിക്കുന്ന ഔഷധങ്ങൾ കൊടുത്തുകൊണ്ട് അതിന് പ്രാപ്തരാക്കി എടുക്കുക എന്നതാണ് ഹോമിയോപ്പതി ചികിത്സ ചെയ്യുന്നത്. അതായത് രോഗമുക്തിക്ക് രോഗം ഉള്ള അവസ്ഥയിൽ ഉണ്ടായി വരുന്ന ലക്ഷണങ്ങൾക്കനുസരിച്ചിട്ട് അതേ ലക്ഷണങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു മരുന്ന് കൊടുത്തുകൊണ്ട് ഓരോ വ്യക്തിയുടെയും പ്രത്യേകതകൾ അനുസരിച്ചിട്ട് മരുന്നുകൾ കൊടുത്തുകൊണ്ട് ആ രോഗിയെ ആരോഗ്യത്തിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നതാണ് ലളിതമായി പറഞ്ഞാൽ ഹോമിയോപ്പതി ചെയ്യുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ മറ്റ് ചികിത്സാ രീതികളിൽ നിന്നും നമ്മുടെ ഹോമിയോപ്പതി അത് എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നത്? അതിൻ്റെ എങ്ങനെയൊക്കെയാണത്? ഞാൻ പറഞ്ഞല്ലോ, ഇത് ലോകം മുഴുവൻ, അല്ലെങ്കിൽ ഇതര ചികിത്സാശാസ്ത്രം ഏതാണ്ട് രോഗത്തെയാണ് സമീപിക്കുന്നത്. അതായത് രോഗത്തിൻ്റെ പേര്, ഒരു ഉദാഹരണം പറഞ്ഞാൽ മൈഗ്രെയിൻ ഉള്ള എല്ലാ രോഗികളെയും സമീപിക്കുന്നത് ഏതാണ്ട് ഒരേ രീതിയിലാണ്. അതായത് ഒരേ ഔഷധം ഉപയോഗിച്ചിട്ടാണ് മൈഗ്രെയിൻ എല്ലാവരും ചികിത്സിക്കുന്നത്. എന്നാൽ ഹോമിയോപ്പതി മൈഗ്രെയിൻ ചികിത്സയെ സമീപിക്കുന്നത് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ്, അതായത് വ്യത്യസ്തമായിട്ടാണ്. അതായത് ഒരുപക്ഷെ ഒരു രോഗിക്ക് മൈഗ്രെയിൻ ഹെഡേക്ക് വരുന്നത് വലതുവശത്താണെങ്കിൽ വേറൊരു രോഗിക്ക് എപ്പോഴും തലവേദന വന്നുകൊണ്ടിരിക്കുന്നത് ഇടതുവശത്താണ് എങ്കിൽ ഇത് രണ്ടും ഹോമിയോപ്പതി ഒരു വൈദ്യശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് വ്യത്യസ്ത മരുന്നുകളിലേക്കുള്ള ഒരു അടയാളങ്ങളാണ്. അപ്പോൾ വ്യക്തിയെ വ്യക്തിയാധിഷ്ഠിത പ്രത്യേകതകൾ കൊണ്ട് വിലയിരുത്തി അതിനനുസരിച്ചിട്ട് ഉള്ള ഒരു മരുന്നിലേക്ക്, അല്ലെങ്കിൽ ആ ചികിത്സയിലേക്ക് എത്തിപ്പെടുക എന്നതാണ് ഹോമിയോപ്പതിയുടെ അടിസ്ഥാന തത്വം. അതുകൊണ്ട് രോഗിയാധിഷ്ഠിതമാണ് ഹോമിയോപ്പതിയുടെ അപ്രോച്ച്, രോഗാധിഷ്ഠിതമല്ല. ഇതാണ് കാതലായ വ്യത്യാസം. പിന്നെ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ തോത്, മരുന്നുകളുടെ ആവർത്തനം, ഇവയിലൊക്കെയും ഹോമിയോപ്പതി മറ്റ് ചികിത്സാശാസ്ത്രങ്ങളെ മായിട്ട് ഏറെ വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത്.